വേൾഡിൻ്റെ പാർട്ട് 5 സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനിങ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നെതർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മൈൻ ചെയ്യാൻ പോവാണ്. അപ്പം മൈൻ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കണം. അത് നമ്മൾ ടോർച്ച് നമ്മുടെ കയ്യിലുണ്ട്. എക്സ്ട്രാ ആയിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് ഉണ്ടാക്കണം ഗൈസ്. ഉണ്ടെങ്കിൽ ഉണ്ടാക്കേണ്ട നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺ പിക്കാക്സസ് നമുക്ക് എടുക്കണം മൈൻ ചെയ്യാനായിട്ട്. അത് കോപ്പർ ഉണ്ടാവുക കണ്ടെങ്കിൽ കോപ്പർ ഇല്ല ഗൈസ്. കോപ്പർ ഉണ്ടെങ്കിൽ കോപ്പർ വെച്ച് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കോപ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പം കണ്ടുപിടിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉള്ളതെല്ലാം ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, പിന്നെ നമുക്ക് 3 സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുക. ഞാൻ അങ്ങനെ അധികം പറയുന്നില്ല. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരമായിട്ട് മൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്രോപ്സൊക്കെ പതുക്കെ വളർന്നു വരുന്നുണ്ട്. റിപ്പോർട്ടിലൊക്കെ ഭംഗിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. മൈൻ ചെയ്യാം ഗൈസ്. പിന്നെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ചെറിയ ഡൗട്ടില്ലായില്ല. എന്തോ മറന്ന പോലെ എന്തെങ്കിലും അതിനുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാം. ഓക്കെ ഗൈസ്, നമുക്ക് മൈനിങ്ങിന് പോവാം. പിന്നെ നമുക്കൊരു കാര്യം, ജയൻറ്റ് പിക്കാക്സ് ഇവിടെ വെച്ച് ചെയ്തെടുത്ത് ഈ ആവശ്യമില്ല മൈനിങ്ങിന് പോകുമ്പോൾ. ഓക്കെ, ഇവിടെ ഒരു ടോർച്ച് അല്ലെങ്കിൽ ഓക്കെ ഗൈസ്, ഇവിടെ വന്നിട്ട് നമുക്ക് ഇത് നോക്കാം. പിന്നെ ഗൈസ് ഞാൻ പറയുന്നുണ്ടായിരുന്നു ജാവയ്ക്കകത്ത് ഹാർഡ് കോർ കളിക്കുന്നുണ്ട്. അത് ചത്തു. നമുക്കപ്പോൾ ജാവയ്ക്കകത്ത് ഹാർഡ് കോർ ചത്തിട്ട് കഴിഞ്ഞല്ലോ. ഞാനിപ്പോൾ ജാവയ്ക്കകത്തൊരു സർവൈവൽ സിംഗിൾ പ്ലെയർ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. സിംഗിളായിട്ട് വിളിച്ച് ഞാൻ തന്നെ നിങ്ങളെ കാണിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ ബെഡ്റോക്കിലും ജാവയിലും അതുകൊണ്ട്. അപ്പോൾ അത് കളിച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഗൈസ്. പിന്നെ നമ്മുടെ ഈ സീരീസ് കളിക്കും നമ്മൾ പുതിയതായിട്ട് സീരീസ് തുടങ്ങുന്നത് എന്താ പറയുക, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ബെഡ്റോക്കിനകത്തൊരു ഹാർഡ് കോർ സീരീസ് നമുക്ക് കളിച്ച് നോക്കണം. അതാണ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന സീരീസ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്കത് ഇവിടെ നമുക്ക് മൈൻ ചെയ്യാം. പക്ഷെ ജാവയ്ക്കകത്ത് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്താ പറയുക 5 ഡയമണ്ടായി കിട്ടിയായിരുന്നു. എന്നിട്ടാണ് ഞാൻ മരിച്ചത്. ഓക്കെ, നമ്മൾ താഴത്തോട്ട് നമുക്ക് ഇറങ്ങണം. സംഭവങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റ്. എൻ്റെ ദൈവമേ പോയിക്കോ, എൻ്റെ ദൈവം എന്തെന്നാ ഇത്. ഇവിടെ ഫുള്ള് സോംബീസാണ്. ക്രീപ്പറും സോംബിയും മറിച്ചതും മറ്റേതും. ഇവിടെ കുറച്ച് ആഡിട്ടുണ്ട്. അതിന് പോയിരുന്നു ഇവിടെ സാമാൻ തള്ളിക്കൊല്ലണം. ഓക്കെ ഗൈസ്, ഇവിടെ എന്താ പറയുക ഫുള്ള് സോംബീസിനൊക്കെയാണ്. എല്ലാം തല്ലൊക്കെ തീർത്ത് നമുക്ക്. ഈ സ്കെലട്ടന്മാരെനിക്ക് ഒട്ടും ഇഷ്ടമായി. ക്രീപ്പറിനെ കൊന്ന് ഗൺപൗഡർ കിട്ടി. ശരിക്കും ഒരു ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക. അതന്നെ. അപ്പോൾ ഗൈസ് എന്താ പറയുക, ഈ കേവ് നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം. ടോർച്ചൊക്കെ വെച്ച് പോകാൻ ഗൈസ്. ഡയമണ്ടൊക്കെ ഞാൻ എൻ്റെ മറ്റേ സിംഗിൾ പ്ലെയറില്ലേ ഗൈസ് ഞാൻ കളിക്കാൻ നിങ്ങളെ മറ്റേന്നേരം കളിച്ചിട്ട് കാണിക്കാൻ തന്നെ സിംഗിൾ പ്ലെയർ. അതിനകത്ത് ഞാൻ കളിച്ചപ്പോൾ ഈ ഗെയിം എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് ഡയമണ്ട് കിട്ടിയായിരുന്നു. എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എത്ര 12 ഡയമണ്ട് ടോട്ടൽ കിട്ടിയായിരുന്നു. അവിടെ ഒരു ഡയമണ്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അത് നമ്മുടെ സിംഗിളായിട്ട് കളിക്കുന്ന അതിൻ്റെ വേൾഡ് എന്താ അതിൻ്റെ പേരെന്തൊക്കെ മറന്നു വരുന്നപ്പോൾ ലെറ്റ്സ് പ്ലേ വേൾഡ് അല്ല. ഓക്കെ, ലെറ്റ്സ് പ്ലേ വേൾഡ് എന്നാണ് അതിൻ്റെ വേൾഡ് സിംഗിളായിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇതും കൂടെ ഒന്ന് മൈൻഡ് ചെയ്തെടുത്തേക്ക്. ഇവിടെ വേറെ ഒന്നും ഇല്ല. ഒന്ന് ഫുള്ള് സെർച്ച് ചെയ്തിട്ട് പോയാൽ മതി. ഇല്ല, ഓക്കെ, 2 ഡയമണ്ട് കിട്ടുന്നുണ്ട്. 2 ഡയമണ്ട് കൊടുത്ത് കിട്ടി. ഓക്കെ, ഈ സോംബീസിനൊക്കെ അങ്ങ് തീർത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇനി പോയിട്ട് എന്താ പറയുക, നമുക്ക് പോയിട്ട് 2 ഡയമണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ അയൺ ഇരിപ്പുണ്ട്. അയൺ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. വരുന്നുണ്ട് കൊണ്ടാണ് ഈ സെറ്റം പോയി വിട്ടി സോംബീസിനെ കൊണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മൾ 2 എപ്പിസോഡ് മരിയില്ല വരും. ഒന്നിപ്പോൾ വരും, ഒന്ന് നമ്മൾ വീടുണ്ടായി കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരും കേസ്. അതേ സെയിം പരിപാടിയാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിൽ സിംഗിളായിട്ട് കളിക്കുന്ന അങ്ങോട്ടില്ല. പിന്നെ ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് വേൾഡാണ് ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിളായിട്ട് കളിക്കുന്ന വേൾഡ്. അപ്പോൾ അത് മാത്രമേ ഇപ്പോൾ ലെറ്റ്സ് പ്ലേ വേൾഡ്, അങ്ങനെ ഓർത്താൽ മതി. ഇവിടെ ഇഷ്ടംപോലെ കോയിന് കണക്ക് ഉണ്ട്, അയണുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ എല്ലാത്തിനും ചോദിക്കുന്നുണ്ട്. എൻ്റെ ചോറിന് ഹെൽത്ത് കുറച്ചുള്ളൂ, അങ്ങനത്തെ വിഷയമുണ്ട്. ഇവിടെ കാണിക്കാൻ ഞാൻ കാണാതെ പോകുന്നതൊക്കെ. ഓ ഇവിടെ ഡയമണ്ട് ഉണ്ടോ? ഞാൻ കാണാതെ പോകുന്ന ഡയമണ്ടൊക്കെ വന്നു. ഓക്കെ ടോട്ടൽ 3 ഡയമണ്ട് കിട്ടി. 1 ഡയമണ്ട് ടൂളും കൂടി, 1 ഡയമണ്ട് ആക്സ് ഉണ്ടാക്കാൻ, ഡയമണ്ട് ഷവർ ഉണ്ടാക്കാൻ, പൊയ് ഉണ്ടാക്കാൻ, സ്റ്റോൺ ഉണ്ടാക്കാൻ, അതെല്ലാം നമുക്ക് ഉണ്ടാക്കാം. ഏതെങ്കിലും ഒരൈറ്റം നമ്മൾ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൊട്ട ചാട്ട വരുന്നത് താഴത്തോട്ട് ഒന്നും നോക്കില്ല. അന്നേരം താഴത്തോട്ട് ചാട്ട. ഓ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുമല്ലോ, പേടിക്കാനൊന്നുമില്ല. ഇവിടെ അതിനകത്ത് വേറൊരു കേവ് പോലെ തന്നെ ചുറ്റും കേവാണ്. ഇനി ഡയമണ്ടൊക്കെ കിട്ടാൻ വേറെ ഒന്നും വേണ്ടല്ലോ. ഇവിടെ ഇത്ര ഇത് സ്റ്റോപ്പായി കേവ്. ഇവിടെ കണ്ട ഇത് സ്റ്റോപ്പായി ഇല്ലേ? എന്താ മേളിലോട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ കേവ് മേളിലോട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ കേവ് നോക്കുന്നതിന് മുമ്പ് അവിടെ വേറൊരു കേവ് ഉണ്ട്, അത് നോക്കിയിട്ട് വരാം. പിന്നെ സി കേവ് നോക്കുന്നതിന് മുമ്പ് അവിടെ വേറൊരു കേവ് ഉണ്ട്, അത് നമുക്ക് നോക്കിയിട്ട് വരാം. എന്നാലും നമുക്ക് സെറ്റ് ആവുള്ളൂ. ഡയമണ്ട് ഒന്നും ഇല്ലായിരിക്കും കേസ്. ഇവിടെ ഒരു സാധനം ഇല്ലായിരിക്കും. അയ്യോ എന്ത് കിട്ടില്ല, വേറെ സാധനം തന്നെ. ഒക്കെ ഏതാണോ സാധനം? ഇതെന്ത് മറ്റൊരു ബേസ് പോലെ കിട്ടി. ഇത് റൗണ്ട് അടിപ്പിച്ച് നമുക്കിതിന് സ്റ്റോർ കൗവൊക്കെ കൊല്ലുമ്പോൾ നമുക്ക് കല്ലിക്കൊന്ന് വെക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി മീറ്റൊക്കെ വേണമെങ്കിൽ ചെയ്യണം. ഞാൻ മറ്റേ ലെറ്റ്സ് പ്ലേ വേൾഡിനകത്ത് അങ്ങനെയാണ് കേസ് ചെയ്യുന്നത്. അതിനകത്ത് 48 റോസ്റ്റ് സ്റ്റീക്കായിട്ടുണ്ട്, അല്ല കുക്ക്ഡ് സ്റ്റീക്കായിട്ടുണ്ട് കേസ്. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനൊരു സിസ്റ്റം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കുക്ക് ചെയ്യാനുള്ള സിസ്റ്റം. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി അങ്ങനെയാണ് കേസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി കേസ്. ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 മണിക്കൂറായി. അത്ര സമയമായെങ്കിലും പോയി. ഞാൻ റെക്കോർഡ് ബട്ടൺ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു കേസ്. ഞാനത് എപ്പോഴും ഓർക്കുന്നു. ആരും മണ്ടം തന്നെ. ഞാൻ 1.5 മണിക്കൂർ കളിച്ച റെക്കോർഡായില്ല കേസ്. ഞാനത് ഫുൾ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു. മീൻസ് 1.5 മണിക്കൂർ കളിച്ചാൽ ഫുള്ളി ഞാൻ കാണിക്കില്ല, കട്ട് ചെയ്ത് കാണിക്കത്തുള്ളൂ. 1.5 മണിക്കൂർ ഒരുപാട് ടൈം ആയിപ്പോൾ. പക്ഷേ ഞാൻ അറ്റ്ലീസ്റ്റ് ഒട്ടും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. കുറേ മൈൻഡ് ചെയ്ത് ഞാനിപ്പോൾ 4ാമത്തെ ട്രിപ്പാണ് എൻ്റെ ബേസിനകത്തോട്ട് വരുന്നതും. എന്താ പറയുക, എൻ്റെ 8ാമത്തെ അയൺ പിക്കാക്സാണ് കേസ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇത്ര സമയം മൈൻഡ് ചെയ്തിട്ട് കിട്ടി നിങ്ങൾക്ക് അറിയണ്ടേ? 1.5 മണിക്കൂർ എനിക്ക് 1 സ്റ്റാക്ക് 3 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 സ്റ്റാക്ക് ഗോൾഡ്, 1 2 3 സ്റ്റാക്ക് 3 6 സ്റ്റാക്ക് അയൺ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് മൈൻഡ് ചെയ്തിട്ട്. പിന്നെ കുറച്ച് ടെസ്റ്റും പോയിട്ട് ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്യാൻ പറ്റിയൊക്കെ. എനിക്ക് വയ്യ, എന്നാലും കാണിക്കാൻ പറ്റിയൊരവസ്ഥ. ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, അടുത്ത എപ്പിസോഡ് എന്താണ് പറയാം, അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക്
ഡയമണ്ട് ആർമറാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അടുത്ത നമ്മൾ ഡയമണ്ട് ആർമർ സെറ്റ്. ഓക്കെ, പിന്നെ ഇവിടെ കുക്ക് അയൺ കയറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഫ്യൂരില്ല 44 കൂട്ടമുണ്ടായിരുന്നു. ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ കൂടി വെച്ച് ഇവിടെ കുളിക്കാൻ വെച്ചേക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് 16 എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ കുളിക്കാൻ വെച്ചേക്കാം. ഓക്കെ, നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാം. റെഡ് സ്റ്റോൺ ഇവിടെ, എന്താ പറയുക, ഫയർ ഇവിടെ, കാര്യങ്ങളൊക്കെ. ഒന്നുകൂടെ നമുക്ക് വെറുതെ മൈനിങ് ഏരിയയിലോട്ട് പോയിട്ട് വരാമെങ്കിൽ, അപ്പം നമുക്കൊന്ന് മൈനിങ് ഏരിയയിലോട്ട് വെറുതെ പോയിട്ട് വരാം. ഞാൻ മൈനിങ് ഏരിയയിലോട്ട് എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ താഴത്തോട്ട് എത്താനായിട്ടുണ്ട്. താഴെ അങ്ങനെ അടയ്ക്കാനാണ് താഴെ നോക്കണം. ഞാനിവിടെ ഫുൾ ലൈറ്റ് വെച്ചു. കാരണം ഇവിടെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ബെഡ് വെച്ച് റീസ്പോൺ വേണ്ടി സെറ്റ് ചെയ്തു. ഞാൻ ക്യാമ്പ് മീൻസ് എന്താ പറയുക, ക്രാഫ്റ്റ് ടേബിളും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മോപ്സും സ്പോണാവാതിരിക്കാനായിട്ട്. കുറച്ച് നേരത്തേക്ക് എൻ്റെ ചെറിയൊരു വീടായിരുന്നു. അതാണ് അപ്പോൾ ഇവിടുത്തെ സംഭവം. കുറേ ഞാൻ താഴോട്ട് കുറേ മൈൻഡ് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേസ്. കുറേ സമയം മൈൻഡ് ചെയ്തു. പിന്നെ അവർ പിറ്റേ ഡിസ്പ്ലേത്തിൽ അവിടുത്തെ ഡബ് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ ഇൻവെൻട്രി കളയാനായിട്ട് ഓരോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അപ്ഡേഷൻ. നമുക്ക് വേറെ കാര്യം കൂടി ചെയ്തിട്ടെന്ന് പറയാം, നമുക്ക് നിർത്താൻ കഴിയും. നമുക്ക് എന്താ പറയുക, നമ്മുടെ വീട് വെക്കുന്നതിൻ്റെ പ്ലാൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തിടണം. മാർക്ക് ചെയ്തിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് നാളെ ഡയമണ്ട് ആർമർ ആവാം. എന്താ പറയുക, ക്യാമ്പ് ഫയർ ഫുഡ് വെക്കുന്ന സിസ്റ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും കുറച്ച് സമയമല്ലേ വീഡിയോ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ കുറേ സമയം ഇരുന്ന് കളിച്ചു. പിന്നെ കളിച്ചെങ്കിൽ എനിക്ക് കുറേ വർക്ക് ഉണ്ട്. അപ്പോൾ നാളത്തെ എക്സാമിനൊക്കെ ഇന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം പോകും കേസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഇവിടെ നീര് ക്ലിയർ ആക്കിയിട്ട് ഫാം എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഇൻവെർട്ടർ ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്യട്ടെ. ഇതിവിടെ 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 പിന്നെ ഇതിവിടെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് 2 മണി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഫുൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നീ മറ്റെന്താ പറയുക, ഇതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്യണം. ഡർട്ട് മേലൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഡർട്ട് മേലൊക്കെ മാറ്റിയിട്ട് കറക്റ്റ് ചെയ്യണം. അപ്പം എന്തൊക്കെയാണ് വേണ്ട, നമ്മൾ ഫാമിൽ നിന്ന് ക്യാരറ്റ് ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്, വീറ്റ് ഉണ്ട്. 3 തന്നെ ഉള്ളൂ. ക്യാരറ്റ്, പൊട്ടാറ്റോ, വീറ്റ്. ബീട്രൂട്ട് ഉണ്ടോ? അപ്പോൾ ബീട്രൂട്ട് ഇല്ല, ബീട്രൂട്ട് ഇല്ല. അപ്പോൾ ഒരു ലൈനായിട്ട് രണ്ടാമത്തെ 1 2 3 4 5 6 7 മതി. ഇത്ര ഫാം ചെയ്യുന്നുള്ളൂ. ഓക്കെ, എന്നാ പോയിട്ട് ഒരു ക്രോപ്സ് ഒക്കെ എടുത്ത് എന്താ വിൽക്കുന്നത് പ്രത്യേകിച്ച് വീട് കംപ്ലീറ്റ് എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ ഗൈസ്, ആ ക്രോപ്സ് ഒക്കെ അങ്ങ് അടിച്ചു മാറ്റാം. അടിച്ചു അത് ക്യാറ്റിരിപ്പുണ്ട്. അവിടുന്ന് ക്യാറ്റെടുത്ത് നോക്കണം. ഇവിടെ ഇതിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കണം ഗൈസ്. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വരണം. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ വന്ന് ഓക്കെ, അത്രേ ഉള്ളൂ. ക്യാറ്റ് ഗൈസ് മാറിപ്പോയി. ഇവിടെ പൊട്ടാറ്റയാണ്, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞത്. പൊട്ടാറ്റയാണ് ഗൈസ്, ഇവിടെ മറന്നുപോയി.
അപ്പോൾ ആ ക്യാരറ്റ് എടുത്ത് ഇവിടെ വെച്ചിട്ട് പൊട്ടാറ്റോ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം. എൻ്റെ പൊട്ടാറ്റോ ഇവിടെ നട്ടു വെക്കണം. പൊട്ടാറ്റോ ഇങ്ങനെ നട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ. ഫാമിൽ റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം ഞാനെടുത്ത വർക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഫാം ഉണ്ടാക്കി, ഫാം റീഫിൽഡ് ചെയ്തു. പിന്നെ ഇവിടെ വെള്ളം വരുന്ന വേറെ സ്ഥലം ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളം അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഗുഹയിൽ നിന്ന് വെള്ളം പറ്റി ഇവിടെ നിന്ന് സ്പ്രെഡ് ആയിട്ട് ഇവിടെ നിന്ന് ഫാമിലാൻ എടുത്ത് പറ്റി ഇവിടെ നിന്ന് മറ്റു വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അതാണ് സംഭവം. ഇനി ഇങ്ങോട്ട് അടുത്ത പണി പാത്ത് കണക്ട് ചെയ്യണം. പാത്ത് ഫുള്ളിങ്ങനെ റൗണ്ട് ഇങ്ങനെ റൗണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാൻ കഴിയും. പാത്തൊക്കെ റൗണ്ടാക്കി വെച്ചിട്ട് ഇനി പോയിട്ട് നെക്സ്റ്റ് പണി ക്രാഫ്റ്റിംഗ് ടേബിളും ബാരലും എടുത്ത് അവിടെ കൊണ്ടുവരണം. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ നിർത്ത് ഇങ്ങോട്ട് വന്ന് അല്ല ബാരലിരിക്കും. ക്രാഫ്റ്റ് ബാരലിനകത്ത് നമ്മുടെ ഈ ക്യാരറ്റ്, കിവിയൽ, പൊട്ടാറ്റോ, വീറ്റ്, സീഡ്സ്, മെലൺ ഇത്ര ഇട്ട് വെച്ചേക്കാം. ഇനി എന്തുവാ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ക്രാഫ്റ്റിൽ ഇവിടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാം കംപ്ലീറ്റ് ആയി. ഫാം നമ്മൾ റീബിൽഡ് ചെയ്തു. നെക്സ്റ്റ് വർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണേ. മറ്റേ ഫാമൊക്കെ സെറ്റാക്കി ഒന്ന് എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഫാമിലൊക്കെ കംപ്ലീറ്റ് ഇവിടെ നിന്ന് മാറ്റണം. ഫാമിലൊക്കെ കംപ്ലീറ്റ് ഇനിയോട് വേണ്ട, കാരണം നമ്മൾ വേറെ തന്നെ ഒരു ഫാം ലാൻഡ് സെറ്റ് ചെയ്തല്ലോ. ഇനിയോട് ഫാം ലാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട് വെക്കാൻ നമുക്ക് തുള്ളി നശിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ മുകളിൽ? തുള്ളി നശിപ്പിക്കാം, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. തുള്ളി നശിപ്പിക്കാൻ പറ്റും. ഇതും കൂടെ തുള്ളി നശിപ്പിച്ചു. ഓക്കെ, നമ്മൾ തുള്ളി നശിപ്പിച്ചാണ് കുറച്ചും കൂടി എളുപ്പം. കൊള്ളാം, നല്ലൊരു ഫീല്, എളുപ്പം കിട്ടുന്ന പോലെ. രണ്ടും എളുപ്പം തന്നെ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഞാൻ കുറച്ച് ടയർഡാണ്. അവരൊക്കെ പോയിട്ട് വന്ന് പിന്നെ ജലദോഷം കുറച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗണ്ടിന് കുറച്ച് ഇഷ്യൂ ഉണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അടുത്തോടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേർട്ട് എടുക്കുക, ഈ വാട്ടർ ലാൻഡ് ഫുള്ളങ്ങ് മൂടുക. പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബ്രോ നല്ല വീഡിയോക്കകത്ത് കമന്റ് ഇടായിരുന്നു, മൾട്ടിപ്ലെയർ വേണം ബ്രോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവരിപ്പോൾ ഒരു സീരീസ് യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് ടൈമിലൊക്കെ. അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ളതുകൊണ്ടാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇനി അവിടുത്തെ വീട് വെക്കാൻ മാർക്കില്ല. ബാക്കിയെല്ലാം നമുക്ക് ക്ലീനായി ക്ലീനായി നമുക്ക് ഈ ക്രോപ്സ് ഒക്കെ എടുത്ത് ഇതിനകത്ത് വെച്ചേക്കാം. വീട് വെക്കുന്ന സ്ഥലം എവിടെ വെച്ച് കഴിഞ്ഞാൽ 1 2 3 4
മാറ്റി മറിച്ചിട്ട് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ ഇൻവെൻറ്ററി കൂടെ ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ. ഇൻവെൻറ്ററി ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് തീർത്തിട്ടുള്ളൂ. നമുക്ക് ഇന്നത്തെ നമ്മൾ മൈനിങ്ങിന് പോയി ഫാമർ ബിൽഡ് ചെയ്തു, പിന്നെ വീട് വെക്കാനുള്ള പ്ലാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ സമയത്തോടെ ഇത്രയുള്ളൂ. നിങ്ങൾക്കതൊക്കെ ഇഷ്ടപ്പെട്ട വേഗം അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.